നമസ്കാരം. കോൺഗ്രസ് തറവാടിന് തീയിട്ടു കെ സി വേണുഗോപാൽ. കോൺഗ്രസിന് താക്കീതായി PF മാത്യൂസിന്റെ വാഴ. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDFന്റെ മിന്നുന്ന വിജയത്തിന് പിന്നാലെ കോൺഗ്രസിലെ മുഖ്യമന്ത്രി പദത്തിനായിട്ട് നടക്കുന്ന തർക്കങ്ങൾക്കിടെ പ്രശസ്ത സാഹിത്യകാരനായിട്ട് PF മാത്യൂസ് ഫേസ്ബുക്കിൽ പങ്കുവച്ച വാഴ എന്ന സാരോപദേശ കഥ സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയാവുകയാണ്. 10 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം VD സതീശന്റെ നേതൃത്വത്തിൽ UDF അധികാരത്തിലേക്ക് തിരിച്ചെത്തിയപ്പോൾ മുഖ്യമന്ത്രി സ്ഥാനത്തിനായിട്ട് രമേശ് ചെന്നിത്തലയും KC വേണുഗോപാലും രംഗത്തെത്തിയ പശ്ചാത്തലത്തിലാണ് ഈ പരോക്ഷമായിട്ടുള്ള വിമർശനം എന്ന് പറയപ്പെടുന്നത്. PF മാത്യൂസിന്റെ ഫേസ്ബുക്ക് സാരോപദേശ കഥയുടെ പൂർണ്ണ രൂപം ദാ ഇങ്ങനെയാണ്. അത് പറഞ്ഞു തുടങ്ങുന്നത് ഇങ്ങനെയാണ്: തകർന്നടിഞ്ഞ തറവാട്ടുമുറ്റത്ത് ആ തറവാട്ടിലെ ഇളയ ചക്കൻ ഒരു വാഴ വച്ചു. ചെറുപ്പമായതിനാൽ വലിയ പ്രതീക്ഷയായിരുന്നു. കാരണവരും അയലത്തുകാരും കണ്ടുനിന്ന ചേട്ടനുമൊക്കെ പരിഹസിച്ചു. അയലത്തെ അഹങ്കാരിയായിട്ടുള്ള ഒരു പടുവൃദ്ധൻ തലങ്ങും വിലങ്ങും തെറിവിളിച്ചു. ഈ മണ്ണിൽ വാഴ വളരില്ല, ബുദ്ധിജീവികളായ ചില നാട്ടുകാർ ഉപദേശിക്കുകയും ചെയ്തു. അയലത്തെ പടുവൃദ്ധൻ അഹങ്കാരിയാണേലും തന്റെ മുറ്റത്തേക്ക് ഈ വാഴ മാറ്റി നട്ടോളൂ എന്ന് സൗമനസ്യത്തോടെ ഉപദേശിച്ചു. തറവാട്ടിലെ ഇളയ ചക്കനല്ലേ, അവൻ കേട്ടില്ല. ദിനവും വെള്ളമൊഴിച്ചു, വളമിട്ടു. ഒടുവിൽ വാഴ കുലച്ചു തുടങ്ങി. കുലമൂത്തു തുടങ്ങിയപ്പോഴേക്കും തറവാട്ടുകാരനവർ ആർത്തിയോടെ മുന്നിലേക്ക് വന്നു. ദൂരെ നിന്ന് മൂത്ത ചേട്ടൻ ഓടിപ്പാഞ്ഞു വന്നു. സത്യത്തിൽ വാഴക്കുലയുടെ അധികാരി തങ്ങളാണ് എന്നവർ നിയമം തലനാരിഴ കയറി സ്ഥാപിച്ചു. തങ്ങൾക്കത് വെട്ടിത്തന്നില്ലെങ്കിൽ തറവാട് തന്നെ കുളം തോണ്ടുമെന്ന് പ്രഖ്യാപിച്ചു. ഇതിനകം അയലത്തെ അഹങ്കാരിയായിട്ടുള്ള പടുവൃദ്ധൻ കിടപ്പിലായി കഴിഞ്ഞിരുന്നു. അതിനാൽ അവിടെ നിന്നും പ്രതീക്ഷിച്ച ശല്യമൊന്നും ഉണ്ടായതുമില്ല. തറവാട്ടിലെ കാരണവരും ചേട്ടനും ചക്കനും കൂടി തമ്മിൽ തല്ലി തലകേറി. ഒടുവിൽ അവരെല്ലാവരും ചേർന്ന് ആ തറവാടിന് തീയിട്ടു. ഇതാണ് ആ സാരോപദേശ കഥ. എല്ലാവർക്കും മനസ്സിലായി കാണും എന്ന് വിശ്വസിക്കുന്നു. VD സതീശനെ തറവാട്ടിലെ ഇളയ ചക്കനായും രമേശ് ചെന്നിത്തലയെ കാരണവരായും KC വേണുഗോപാലിനെ മൂത്ത ചേട്ടനായും തോന്നിപ്പിക്കുന്ന രീതിയിലാണ് കഥയുടെ രാഷ്ട്രീയ വായന നടക്കുന്നത്. തകർന്നടിഞ്ഞ തറവാട്ടുമുറ്റത്ത് ഇളയ ചക്കൻ നട്ടുനനച്ചുണ്ടാക്കിയ വാഴ കുലച്ചപ്പോൾ അതിന്റെ അവകാശത്തിനായിട്ട് ഓടിയെത്തുന്ന കാരണവരും ചേട്ടനും ഒടുവിൽ തറവാടിനെ തന്നെ തീയിടുന്നതാണ് കഥയുടെ ഇതിവൃത്തം എന്ന് പറയപ്പെടുന്നത്. തിരഞ്ഞെടുപ്പിൽ കനത്ത തിരിച്ചടി നേരിട്ട അയലത്തെ പടുവൃദ്ധൻ, ഇടതുപക്ഷത്തെ ഉദ്ദേശിച്ചുള്ള ഒരു സൂചനയാണ്. ആ പടുവൃദ്ധൻ കിടപ്പിലായതിനാൽ അവിടെ നിന്ന് കാര്യമായിട്ടുള്ള ശല്യമൊന്നും ഇല്ല എന്നും കഥയിൽ പറഞ്ഞു വെക്കുന്നുണ്ട്. എന്നാൽ അധികാരം തിരികെ കിട്ടിയ ആവേശത്തിനിടയിൽ കോൺഗ്രസിനുള്ളിലെ ഗ്രൂപ്പ് പോര് കേരളത്തിന്റെ സമാധാന അന്തരീക്ഷത്തെ പോലും ബാധിക്കുന്ന രീതിയിലേക്ക് വളരുന്നതിനെ PF മാത്യൂസ് വളരെ രൂക്ഷമായ രീതിയിൽ പരിഹസിക്കുകയാണ്. വാഴക്കുലയ്ക്കായിട്ട് തറവാട്ടംഗങ്ങൾ തമ്മിൽ തല്ലി തലകീറുന്നതും ഒടുവിൽ വീട് തന്നെ നശിപ്പിക്കുന്നതും അധികാര കൊതി മൂലം കോൺഗ്രസ് ഈ വിജയത്തെ സ്വയം ഇല്ലാതാക്കുമോ എന്ന ആശങ്കയാണ് പങ്കുവെക്കുന്നത് എന്നതാണ്. മുഖ്യമന്ത്രി സ്ഥാനത്തിനായി കോൺഗ്രസിൽ നടക്കുന്ന VD സതീശൻ, രമേശ് ചെന്നിത്തല, KC വേണുഗോപാൽ പോര് കേരളത്തിന്റെ സമാധാന അന്തരീക്ഷം തന്നെ അസ്വസ്ഥകരമാക്കി തീർക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. സാഹിത്യ സാംസ്കാരിക മേഖലയിലുള്ളവരും രാഷ്ട്രീയ നിരീക്ഷകരും ഈ ഫേസ്ബുക്ക് പോസ്റ്റ് കോൺഗ്രസ് നേതൃത്വത്തിനുള്ള ഗൗരവകരമായിട്ടുള്ള മുന്നറിയിപ്പായിട്ടാണ് വിലയിരുത്തുന്നത്. ഇനിയെങ്കിലും കണ്ണുള്ളവർ കാണട്ടെ, കാതുള്ളവർ കേൾക്കട്ടെ. ഇല്ല എങ്കിൽ ഈ കോൺഗ്രസ് തറവാട് തീയിട്ട് മുച്ചൂട് മുടിപ്പിക്കുന്ന KC വേണുഗോപാലും സംഘവും വാഴട്ടെ. കോൺഗ്രസിന് താക്കീതാകുന്ന ഈ വാഴ എന്ന് പറയപ്പെടുന്ന PF മാത്യൂസിന്റെ ഈ സാരോപദേശ കഥ ഏതെങ്കിലും കോൺഗ്രസ് അണികളെങ്കിലും വായിക്കട്ടെ.